ഏവർക്കും സ്പോട്ടോപ്പിയയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ നോക്കൌട്ട് മത്സരത്തിൽ അടിയറവ് പറഞ്ഞിരിക്കുകയാണ്. ഒഡീഷ FC-യോട് 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു ബ്ലാസ്റ്റേഴ്സ് തോറ്റിട്ടുണ്ടായിരുന്നത്. കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം. ഈ മത്സരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പിഴവുകൾ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പിഴവുകളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ പിഴവെന്ന് പറയുന്നത് സന്ദീപ് സിംഗിന്റെ ഒരു ബിഗ് മിസ്റ്റേക്കാണ്. റോഹിത് കൃഷ്ണയെ പോലെ ഒരു സ്ട്രൈക്കറെ മാർക്ക് ചെയ്യാത്തത് സന്ദീപ് സിംഗിന്റെ ഏറ്റവും വലിയൊരു പിഴവായിട്ട് നമുക്ക് കാണാൻ കഴിയും. 2 ഗോൾ നേടുമ്പോഴും റോഹിത് കൃഷ്ണയെ മാർക്ക് ചെയ്യാത്ത സന്ദീപ് സിംഗിനെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ISL-ലെ മികച്ച സ്ട്രൈക്കറായിട്ടുള്ള റോഹിത് കൃഷ്ണയെ പോലെയുള്ള പ്ലേയേഴ്സിനെ മാർക്ക് ചെയ്യാതിരിക്കുന്നതിൽ വലിയ അബദ്ധം സന്ദീപ് സിംഗിനെ പടഞ്ഞിരിക്കുന്നു. അതിൻ്റെ റിസൾട്ട് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. 2 ഗോളുകൾക്കുള്ള അസിസ്റ്റ് കൊടുത്തത് റോഹിത് കൃഷ്ണയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആശാൻ പറഞ്ഞതുപോലെ ഗോൾ അവസരങ്ങൾ സൃഷ്ടിച്ചതുകൊണ്ട് കാര്യമില്ല, അത് ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പ്ലെയേഴ്സിന് കഴിയണം. പ്രത്യേകിച്ച് നോക്കൌട്ട് പോലെയുള്ള ഒരു മത്സരത്തിൽ ഒരുപാട് അവസരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. 6 ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഗോൾ മാത്രമാണ് കൺവേർട്ട് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആശാന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു അറ്റാക്കിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇറക്കേണ്ട സമയത്ത് ലൂണയെ പോലെ രാഹുലിനെ പോലെയുള്ള മിഡ്ഫീൽഡ് കേപ്പബിലിറ്റി മാത്രമുള്ള പ്ലെയേഴ്സിനെ സ്ട്രൈക്കേഴ്സ് ആക്കിയതിൽ തീർച്ചയായും നിരാശ തോന്നിയിരുന്നു. കാരണം ഇഷാനെ പോലെയുള്ള പ്ലെയേഴ്സ് അവിടെ ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ ഒരു മിഡ്ഫീൽഡ് കേപ്പബിലിറ്റി ഉള്ള പ്ലെയേഴ്സിനെ അറ്റാക്കേഴ്സ് ആയിട്ട് ഇറക്കിയതിൽ തീർച്ചയായും നിരാശ തോന്നുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് നമുക്ക് മത്സരത്തിൽ കാണാമായിരുന്നു. അതുപോലെ തന്നെ സന്ദീപ് സിംഗ് വളരെ ടയേർഡായിരുന്നു. പക്ഷേ ആ സമയത്ത് അഷറിനെ സബ്സ്റ്റിറ്റ്യൂഷനിൽ കണ്ടപ്പോൾ ഞാൻ സന്ദീപ് സിംഗിനെ വലിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ സന്ദീപ് സിംഗിനെ വലിച്ചിരുന്നില്ല. കാരണം സന്ദീപ് സിംഗ് വളരെ ടയേർഡായിട്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് മനസ്സിലാക്കാൻ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. എന്താണ് ബ്ലാസ്റ്റേഴ്സ് തോൽക്കാനുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.